യോശുവയുടെ പുസ്തകം 20-ാം അധ്യായത്തെ ആസ്പദമാക്കിയിട്ടുള്ള ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. ചോദ്യങ്ങളുടെ ഉത്തരങ്ങളോടൊപ്പം തന്നെ ബൈബിൾ റെഫറൻസ് കൂടി കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ബൈബിൾ റെഫറൻസ് കൂടി നോക്കി വേണം പഠിക്കാൻ. ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയവൻ ഓടിപ്പോയി ഇരിക്കേണ്ടത് മോശ മുഖാന്തരം എന്താണ് യോശുവ കൽപ്പിച്ച് നിശ്ചയിച്ചത്? സങ്കേത നഗരങ്ങൾ. ആരാണ് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ സങ്കേത നഗരങ്ങൾ നിശ്ചയിപ്പാൻ കൽപ്പിച്ചത്? യഹോവ. എന്തിനാണ് സങ്കേത നഗരങ്ങൾ നിശ്ചയിപ്പാൻ കൽപ്പിച്ചത്? അറിയാതെ അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയവനെ രക്തപ്രതികാരകൻ കൊല്ലാതിരിപ്പാൻ ഓടിപ്പോയി ഇരിക്കേണ്ടതിന്. യോശുവ സങ്കേത നഗരങ്ങൾ നിശ്ചയിച്ചത് ദേശത്തിൽ എവിടങ്ങളിൽ ആയിരുന്നു? പട്ടണങ്ങളിൽ. സങ്കേത പട്ടണങ്ങളിൽ ഒന്നിലേക്ക് ഓടിച്ചെല്ലുന്നവൻ അവന്റെ കാര്യം ആരോട് അറിയിക്കണം? മൂപ്പന്മാരോട്. സങ്കേത നഗരങ്ങളിലേക്ക് ഓടിച്ചെല്ലുന്നവൻ എവിടെ നിന്നുകൊണ്ടാണ് തന്റെ കാര്യം പട്ടണത്തിലെ മൂപ്പന്മാരെ അറിയിക്കേണ്ടത്? പട്ടണത്തിന്റെ പടിവാതിൽക്കൽ നിന്നുകൊണ്ടാണ് അറിയിക്കേണ്ടത്. സങ്കേത പട്ടണങ്ങളിൽ ഒന്നിലേക്ക് ഓടിച്ചെല്ലുന്നവൻ അവന്റെ രക്ഷയ്ക്കായി എന്തു ചെയ്യണം? ആ പട്ടണത്തിന്റെ പടിവാതിൽക്കൽ നിന്നുകൊണ്ട് തന്റെ കാര്യം പട്ടണത്തിലെ മൂപ്പന്മാരെ അറിയിക്കണം. സങ്കേത പട്ടണങ്ങളിൽ ഒന്നിലേക്ക് ഓടിച്ചെല്ലുന്നവൻ അവന്റെ രക്ഷയ്ക്കായി അപേക്ഷിക്കുമ്പോൾ മൂപ്പന്മാർ എന്തു ചെയ്യണം? മൂപ്പന്മാർ അവനെ പട്ടണത്തിൽ കൈക്കൊണ്ട് അവരുടെ ഇടയിൽ പാർക്കേണ്ടതിന് അവനൊരു സ്ഥലം കൊടുക്കണം. സങ്കേത നഗരത്തിലെത്തുന്ന കൊലപാതകൻ അബദ്ധവശാലാണ് കൊല ചെയ്തതെന്ന് എങ്ങനെ തിരിച്ചറിയാം? മനസ്സറിയാതെയും പൂർവ്വദ്വേഷം കൂടാതെയും തന്റെ കൂട്ടുകാരനെ കൊന്നുപോയതാണെങ്കിൽ. കൊലപാതകനെ പിന്തുടർന്ന് രക്തപ്രതികാരകൻ ചെല്ലുമ്പോൾ മൂപ്പന്മാർ എന്തു ശ്രദ്ധിക്കണം? കൊലപാതകനെ രക്തപ്രതികാരകന്റെ കയ്യിൽ ഏൽപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സങ്കേത നഗരങ്ങളിൽ അഭയം പ്രാപിച്ചവന് എത്ര നാൾ അവിടെ പാർക്കാം? അവൻ സഭയുടെ മുമ്പാകെ വിസ്താരത്തിന് നിൽക്കും വരെയോ അന്നുള്ള പുരോഹിതന്റെ മരണം വരെയോ ആ പട്ടണത്തിൽ പാർക്കാവുന്നതാണ്. ഗോത്രങ്ങളുടെ പട്ടണ പരിധിയിൽ എത്ര സങ്കേത നഗരങ്ങളാണ് നിശ്ചയിച്ചത്? അവ ഏതെല്ലാം? 6 ഗോത്ര പട്ടണങ്ങളാണ്. നഫ്താലി, എഫ്രൈം, യഹൂദ, രൂബേൻ, ഗാദ്, മനശ്ശെ എന്നീ 6 ഗോത്രങ്ങൾ. നഫ്താലി മലനാട്ടിലെ സങ്കേത നഗരം എവിടെയാണ്? ഗലീലയിലെ കേദശിൽ. എഫ്രൈം മലനാട്ടിലെ സങ്കേത നഗരം എവിടെയാണ്? ഷേക്കേമിൽ. യഹൂദ മലനാട്ടിലെ സങ്കേത നഗരം എവിടെയാണ്? ഹെബ്രോൻ എന്ന കിര്യത്ത് അർബയിൽ. രൂബേൻ ഗോത്രത്തിലെ സങ്കേത നഗരം എവിടെയാണ്? സമഭൂമിയിലെ ബേസേരിൽ. ഗാദ് ഗോത്രത്തിൽ എവിടെയാണ് സങ്കേത നഗരം? ഗിലെയാദിലെ രാമോത്തിൽ. മനശ്ശെ ഗോത്രത്തിൽ എവിടെയാണ് സങ്കേത നഗരം? ബാശാനിലെ ഗോലാനിൽ. സങ്കേത നഗരത്തിൽ ഇസ്രായേൽ മക്കളെ കൂടാതെ അതിന്റെ ആനുകൂല്യം ആർക്കുകൂടി യോശുവ നൽകിയിരുന്നു? അവരുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശിക്കും ആനുകൂല്യം നൽകിയിരുന്നു. യഹോവ നിശ്ചയിച്ച സങ്കേത നഗരങ്ങൾ പൂർത്തിയാക്കിയത് ആരാണ്? യഹോവ. യോശുവയുടെ പുസ്തകം 20-ാം അധ്യായം പഠിക്കാൻ ശ്രമിച്ച നിങ്ങളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള കമന്റ്സ് അറിയിക്കാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ഗോഡ് ബ്ലസ് യു.